ക്യാമ്പസ് ഫ്രാൻസ് മാനേജറായിട്ട് നമുക്ക് 2 വീക്സിന് മുന്നേ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. 2024 ഫോൾ ഇൻടേക്കിലേക്ക് പോകാൻ വരുന്ന സ്റ്റുഡൻസിന് കുറച്ച് മാറ്റങ്ങൾ ക്യാമ്പസ് ഫ്രാൻസിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. ആക്ച്വലി ഈ ഒരു M1 ഇല്ലാത്തവർ ഡയറക്റ്റ്ലി ഷോർട്ട് മാസ്റ്റേഴ്സ് ചെയ്യാൻ പോകുന്നവർക്കായിരിക്കും ഈ ഒരു മേജർ പ്രോബ്ലം വരുന്നതെന്നാണ് നമുക്ക് തോന്നുന്നത്. ഫ്രഞ്ച് ദാറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ്. വളരെ സങ്കടകരമായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പോകുന്നത് കേരളത്തിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പുവർ ക്വാളിറ്റിയുള്ള സ്റ്റുഡൻസും പോകുന്നത് ഈ കേരളത്തിൽ നിന്ന് തന്നെയാണ്. പോകുന്നത് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളിന് ശേഷമാണ് ഇത്തരത്തിലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുൻപിൽ എത്തുന്നത്. എല്ലാവരും ഫോൾ ഇൻടേക്കിലെ 2024 ഫോൾ ഇൻടേക്കിൻ്റെ തിരക്കിലാണെന്ന് പ്രതീക്ഷിക്കുന്നു. പല വിദ്യാർത്ഥികളും 2024 ഫോൾ ഇൻടേക്കിന് വേണ്ടി അപ്ലിക്കേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പലരും അതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നുവെന്ന് അറിയുന്നു. സോ നിങ്ങളുടെ മുൻപിലേക്ക് ഈ ഒരു വീഡിയോ ഇപ്പം കൊണ്ടുവന്നതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് 2 വീക്സിന് മുന്നേ ക്യാമ്പസ് ഫ്രാൻസിൻ്റെ ഓഫീസിൽ ക്യാമ്പസ് ഫ്രാൻസ് മാനേജറുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് 2024 ഫോൾ ഇൻടേക്കിൽ കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്. അതിനെപ്പറ്റി ഞങ്ങൾ അറിഞ്ഞത് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. മേജറായിട്ട് ഇപ്പം 2024 ഫോൾ ഇൻടേക്കിൽ വരുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയും ഫ്രാൻസുമായിട്ടുള്ള മ്യൂച്വലി റെക്കഗ്നിഷൻ ഉണ്ടായിരുന്നു കോഴ്സുകളിൽ. അപ്പോൾ അത് 2019 മുതൽ അത് അങ്ങനത്തെ ഒരു മ്യൂച്വൽ റെക്കഗ്നിഷൻ പ്രാബല്യത്തിൽ വന്നെങ്കിൽ പോലും ഇത്ര നാളായിട്ടും അതിൽ നടപ്പാക്കിയിരുന്നില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു സത്യം. അപ്പോൾ ഇനി മുതൽ അത് നടപ്പിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ രണ്ട് രാജ്യങ്ങളും ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ അപ്പോൾ അതിന് നടപ്പിലാക്കാൻ വരുന്നതിനനുസരിച്ച് കുറച്ച് മാറ്റങ്ങൾ ക്യാമ്പസ് ഫ്രാൻസിൻ്റെ പ്രോസസ്സിലുണ്ടാകും എന്നുള്ളതാണ് മെയിനായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. സോ ഇത്രയും നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ 3 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 5 ഇയേഴ്സിന് ബാച്ചിലേഴ്സിനും പിന്നെ ഫ്രാൻസിലെ ലിസോൺസ് ഇൻ ഫ്രാൻസുമായിട്ട് ഇക്വലൻ്റ് ആണ്. ഇനിയിപ്പം നമ്മൾ അതിനെ അങ്ങനെ ആയിരിക്കും ഇനി കാണുന്നത്. ഇന്ത്യയിൽ ഇപ്പോൾ നിങ്ങൾ 3, 4, 5 വർഷത്തെയും ബാച്ചിലേഴ്സ് എടുക്കുന്നെങ്കിൽ അതിനെ ബാച്ചിലേഴ്സായിട്ട് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. അതിനെ ഇക്വലൻ്റ് ഇൻ ലിസോൺസ് ഇൻ ഫ്രാൻസ് അതുമായിട്ട് ഇക്വലൻ്റ് ആയിരിക്കും. അതാണ് മേജറായിട്ടുള്ള കാര്യം. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ വന്നതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ കോഴ്സും ഫ്രാൻസിലെ കോഴ്സും തമ്മിൽ വ്യത്യസ്തമായിട്ടുള്ള ECTS ഉണ്ട്. അപ്പോൾ ഈ ECTS തീരുമാനിക്കുന്നത് എത്ര മണിക്കൂർ ക്ലാസ് ഉണ്ട്, അതോടൊപ്പം തന്നെ എത്ര ദിവസമുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ECTS തീരുമാനിക്കുന്നത്. ഇന്ത്യയിലെ പല കോഴ്സും അതോടൊപ്പം തന്നെ ഫ്രാൻസിലെ പല കോഴ്സുകളും തമ്മിൽ ഈ ECTSൻ്റെ വ്യത്യാസമുള്ളത് കൊണ്ടായിരിക്കും ഈ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു മ്യൂച്വൽ റെക്കഗ്നിഷൻ കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ കുറേ കൺഫ്യൂഷൻസ് വന്നതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, മനസ്സിലാക്കാം. അപ്പോൾ ഇനി അതിനകത്ത് കുറേ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത്ര നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസിൽ ഇപ്പോൾ നിങ്ങൾ ഷോർട്ട് മാസ്റ്റേഴ്സ് എടുക്കുന്നവർക്കാണ് ഇതിനകത്ത് മേജറായിട്ടുള്ളൊരു മാറ്റം വരുന്നത്. ഷോർട്ട് മാസ്റ്റേഴ്സ് എടുക്കുന്നവർക്ക് മുൻപായിരുന്നെങ്കിൽ 15 മന്ത്സ് താഴെയുള്ള ഷോർട്ട് മാസ്റ്റേഴ്സ് എടുക്കുന്നവർ അവർക്കൊരു ഇക്വലൻസി സർട്ടിഫിക്കറ്റ് മാത്രം മതിയായിരുന്നു നമുക്ക് മുൻപോട്ട് അവരുടെ പ്രോസസ്സിങ്ങുമായിട്ട് പോകാൻ വേണ്ടി. പക്ഷേ ഇനിയിപ്പോൾ 15 മന്ത്സ് താഴെയുള്ള ഷോർട്ട് മാസ്റ്റേഴ്സ് ഉള്ളവർക്ക് മാത്രമല്ല 2 ഇയേഴ്സിന് താഴെ പിന്നെ ഡ്യൂറേഷനുള്ള അല്ലെങ്കിൽ 4 സെമിസ്റ്റേഴ്സിന് താഴെ ഡ്യൂറേഷനുള്ള എല്ലാവർക്കും ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വേണം. അതോടൊപ്പം തന്നെ ഈ ഒരു ഇക്വലൻസി സർട്ടിഫിക്കറ്റിനകത്ത് അക്കാഡമിക്കലി നിങ്ങൾ എടുക്കുന്ന കോഴ്സിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ECTS ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ, ലാംഗ്വേജ്, RNCP ലെവൽസ്. അപ്പം ഈ ഒരു കാര്യത്തിൽ ആക്ച്വലി നിങ്ങൾക്കിപ്പോൾ ഒരു M1 ഉണ്ട്, മാസ്റ്റേഴ്സ് ഓൾറെഡി ഒരു M1 ഉള്ളവർക്കാണെങ്കിൽ ഈ ഒരു പ്രശ്നം വരുന്നില്ല. നിങ്ങൾ M2ലേക്ക് ഡയറക്റ്റ് ജോയിൻ ചെയ്യുന്നവർക്ക് വലിയൊരു പ്രശ്നം വരുന്നില്ല. ആക്ച്വലി ഈ ഒരു M1 ഇല്ലാത്തവർ ഡയറക്റ്റ്ലി ഷോർട്ട് മാസ്റ്റേഴ്സ് ചെയ്യാൻ പോകുന്നവർക്കായിരിക്കും ഈ ഒരു മേജർ പ്രോബ്ലം വരുന്നതെന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇനിയും വരുന്ന ഷോർട്ട് മാസ്റ്റേഴ്സ് നിങ്ങൾ എടുക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ 2 ഇയേഴ്സിന് താഴെയുള്ള ഷോർട്ട് മാസ്റ്റേഴ്സ് എടുക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ എൻറോൾമെൻറ്റ് ലെറ്ററിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ഒരു സ്പെസിഫിക് കോഴ്സിലേക്ക് അഡ്മിഷൻ തരുന്നുവെന്നും അതിൻ്റെ ക്വാളിഫിക്കേഷൻസ്, നിങ്ങളുടെ റിലവൻറ്റ് എക്സ്പീരിയൻസ്, എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തണമെന്നാണ് പിന്നെ നമുക്ക് ക്യാമ്പസ് ഫ്രാൻസിൻ്റെ ഭാഗത്തുനിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഇതാണ് ബേസിക്കലി വരുന്നൊരു വലിയൊരു മാറ്റം എന്നുള്ളത്. അപ്പോൾ ഇനിയും വരും സമയങ്ങളിൽ ഇത് 2025 ഇപ്പോൾ സത്യത്തിൽ ഇത് ഏറ്റവും അടുത്താണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ആരും ഷോർട്ട് മാസ്റ്റേഴ്സ് ഒക്കെ എടുത്തവരുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ക്യാമ്പസ് ഫ്രാൻസും നിങ്ങളുടെ കോളേജുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം പറയാനുള്ളത്. സോ ഷോർട്ട് മാസ്റ്റേഴ്സ് ഒക്കെ എടുക്കുന്നവർ ആ ഒരു കാര്യത്തിൽ മീൻസ് ഒന്ന് തിങ്ക് ചെയ്യുക, സൂക്ഷിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പല ഏജൻസികളും ഇതിനെപ്പറ്റി പിന്നെ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സോ അതുകൊണ്ട് ഇനി വരും ദിവസങ്ങളിൽ പിന്നെ കുറേ പേര് ഞാനിത് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഏജൻസി ഇത് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാ ഏജൻസികളും ഇതിനെപ്പറ്റി അവെയർ ആണോ എന്നും നമുക്കറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചത്. ഇതിനെപ്പറ്റി നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നീട് നമുക്ക് 1-2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ക്യാമ്പസ് ഫ്രാൻസിൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജറായിട്ട് 2-3 കാര്യം കൂടെ പറഞ്ഞു തന്നിരുന്നു. ഇപ്പോൾ നിങ്ങളിപ്പം ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഒക്കെ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ 2 യൂണിവേഴ്സിറ്റീസുമുള്ള NOC കൃത്യമായിട്ട് മേടിക്കണം എന്നുള്ള ഒരു മെയിനായിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മെയിനായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഫേക്ക് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ചെയ്യുന്നവർ അതിനകത്ത് ഒരു ടോളറൻസും ഉണ്ടാകില്ല. എന്ന് വെച്ചാൽ മുൻപൊക്കെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കാശ് കൊടുത്ത് മേടിച്ചിട്ട് നിങ്ങൾ പലരും പോയവരൊക്കെ ഉണ്ട്.
അപ്പം അതൊന്നും ഇനിയും ടോളറൻസ് ഉണ്ടാകില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി ആരെങ്കിലും നിങ്ങളെ അതിനെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഇല്ലീഗൽ തന്നെയാണ്. പ്രത്യേകമായിട്ട് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണത്. നേരത്തെയൊക്കെ ഇങ്ങനെ കാശ് കൊടുത്ത് പല യൂണിവേഴ്സിറ്റീസിനും സർട്ടിഫിക്കറ്റ്സ് ഒക്കെ മേടിക്കുന്ന ആളുകൾക്ക് പോകാൻ സാധിക്കുമായിരുന്നു. ഇനിയിപ്പോൾ അതിനകത്ത് ഒരു ടോളറൻസും ഉണ്ടാകുകയില്ല എന്ന് ക്യാമ്പസ് ഫ്രാൻസിൻ്റെ ഭാഗത്തു നിന്ന് മാനേജർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ അങ്ങനത്തെ ഒരു കാര്യങ്ങൾക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് മേജറായിട്ടുള്ള കാര്യം. അത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അടുത്തത് ആയിട്ടുള്ള മേജറായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, മുൻപ് നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമ്പസ് ഫ്രാൻസിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കഴിയുമ്പോൾ നമുക്ക് NOC ലഭിക്കുമായിരുന്നു. ഇനിയിപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് NOC ഇല്ല. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് ക്യാമ്പസ് ഫ്രാൻസിൻ്റെ ഇത് കഴിഞ്ഞു, നിങ്ങൾക്ക് ഇനി അടുത്ത വിസയുടെ കാര്യങ്ങൾക്കായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞ് മിക്കവാറും നിങ്ങൾക്ക് സ്പെഷ്യൽ മീൻസ് ഇമെയിൽസ് ഒക്കെ ആയിട്ടായിരിക്കും കാര്യങ്ങൾ വരുന്നത്. അല്ല മുന്നത്തെ പോലെ നിങ്ങൾക്ക് സ്പെഷ്യൽ ഒരു NOC ആയിട്ട് വരുന്നത് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യവുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ക്യാമ്പസ് ഫ്രാൻസിൻ്റെ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു NOC ഇനിയും കിട്ടുന്നതല്ല. ഇനിയും നിങ്ങൾക്കത് ഒരു മെയിലായിട്ടായിരിക്കും ലഭിക്കുന്നത്. നിങ്ങൾക്ക് അടുത്ത വിസ പ്രോസസ്സിങ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് അടുത്തൊരു മെയിനായിട്ടുള്ള കാര്യം പറഞ്ഞത്. അടുത്തൊരു കാര്യം ക്യാമ്പസ് ഫ്രാൻസിൽ നിന്ന് അറിയിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ, മുൻപെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമ്പസ് ഫ്രാൻസ് ഇപ്പം നമ്മൾ കേരളത്തിൽ നിന്നുള്ളവരെല്ലാം കൊച്ചി ക്യാമ്പസ് ഫ്രാൻസ് വഴിയായിരുന്നു ഇൻ്റർവ്യൂ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇനിയിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടുന്ന് വേണമെങ്കിലും ഇൻ്റർവ്യൂ വരാം. അത് ഓൺലൈനോ ഓഫ്ലൈനോ ഒക്കെ ആവാം. സോ അങ്ങനെ അതാണ് മേജറായിട്ട് അടുത്തൊരു മാറ്റം എന്ന് പറയുന്നത്. ഇനിയിപ്പം കൊച്ചിയിൽ നിന്ന് മാത്രമായിരിക്കില്ല നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ആവുന്നത്. ഇനിയിപ്പം ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എവിടുന്ന് വേണമെങ്കിലും ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ആവാം. സോ അതങ്ങനത്തെ ഒരു കാര്യം. സോ അവിടുന്ന് മനസ്സിലാക്കാൻ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒത്തിരി റിജക്ഷൻസ് വരുന്നുണ്ട്. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിൽ നിന്ന് പോകുന്ന വളരെ സങ്കടകരമായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പോകുന്ന കേരളത്തിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പുവർ ക്വാളിറ്റിയുള്ള സ്റ്റുഡൻസും പോകുന്നത് ഈ കേരളത്തിൽ തന്നെയാണ്. നമുക്ക് തന്നെ അറിയാവുന്നതാണ്. നമ്മുടെ അടുക്കൽ അതിന് പല സ്റ്റുഡൻസ് വരുന്നവരാണെങ്കിലും കൃത്യമായിട്ടൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പോലും ഇംഗ്ലീഷ് പറയാൻ അറിയില്ല, ഇംഗ്ലീഷ് അറിയില്ല, ഫ്രഞ്ചും അറിയില്ല. അപ്പം അങ്ങനെയൊക്കെ അവിടെ പോകുന്നത് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് പിന്നീട്. അതോടൊപ്പം തന്നെ അപ്പം അതൊരു മേജറായിട്ടുള്ള കാര്യം തന്നെയാണ്. സോ നിങ്ങളിപ്പം ഫ്രാൻസ് നോക്കുന്നവരാണ്, നമ്മളിപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യുക. ദാറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ്. അത് നിങ്ങൾ മനസ്സിലാക്കുക തന്നെ ചെയ്യണം. അതാണ് മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്. പിന്നീട് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ക്യാമ്പസ് ഫ്രാൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഐഡിയൽ ടൈം എന്ന് പറഞ്ഞാൽ 9 ഡേയ്സ് മുന്നേ ആണെങ്കിൽ അത്ര നല്ലതാണ്. പിന്നീടുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ ഒഴിവാക്കാം. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ നിന്ന് ഏറ്റവും ധാരാളം വിദ്യാർത്ഥികൾ പിന്നീട് ഫ്രാൻസ് ചൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഫ്രാൻസ് ചൂസ് ചെയ്യുന്നത് കേരളത്തിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഈ പോകുന്ന വിദ്യാർത്ഥികൾ പലർക്കും കൃത്യമായിട്ടുള്ള ക്വാളിറ്റീസ് ഇല്ല. അതുകൊണ്ട് തന്നെ വിസ റിജക്ഷനും ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ വരും ദിവസങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല സ്റ്റുഡൻസും കൃത്യമായിട്ടുള്ള ക്വാളിറ്റിയുള്ള കോളേജുകൾ തിരഞ്ഞെടുക്കാത്തതും അതോടൊപ്പം തന്നെ അവരുടെ അക്കാഡമിക്സ് ഒക്കെ വളരെ പുവറാണ്. പലർക്കും സ്വന്തമായിട്ട് നമ്മുടെ വരുന്ന ആണെങ്കിലും നമുക്കും അറിയാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ ആണെങ്കിലും പറയുന്നുണ്ട് പല സ്റ്റുഡൻസിനോടും സ്വന്തമായിട്ടൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പോലും ഇംഗ്ലീഷിൽ പറയാൻ അറിയില്ല. അത് ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടൊക്കെയാണ് പല റിജക്ഷൻസും വരുന്നത്. അപ്പോൾ പല വിദ്യാർത്ഥികൾക്കും അത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ നോക്കണം. നിങ്ങൾ എടുക്കുന്ന കോളേജ് അതിൻ്റെ അക്രഡിറ്റേഷൻസ് ഒക്കെ റിയലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതാണ് അടുത്തൊരു കാര്യം പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ ക്യാമ്പസ് ഫ്രാൻസിൻ്റെ ഫയൽ വാലിഡേഷൻ, ക്യാമ്പസ് ഫ്രാൻസിൽ നിങ്ങളുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പല സ്റ്റുഡൻസ് ഞങ്ങൾക്ക് എന്ന് പറയാനുണ്ട്, ഒരേ ദിവസം പോയ സ്റ്റുഡൻസിനൊക്കെ NOC ഒക്കെ ഡിഫറെൻറ്റ് ഡേറ്റ്സിലായിരിക്കും കിട്ടുന്നത്. അപ്പം നിങ്ങളുടെ ഈ ഫയൽ ഇൻ്റർവ്യൂ കഴിഞ്ഞ ശേഷം അതിൻ്റെ ഫയൽ വാലിഡേഷനൊക്കെ നടക്കുന്നത് ചെന്നൈയിൽ നിന്നാണെന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അത് ചില ഓരോ സ്റ്റുഡൻസിൻ്റെയും ടൈം ഡിഫറൻ്റ് ആയിരിക്കും. നിങ്ങൾക്ക് വാലിഡേറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് NOC കിട്ടുന്നത്. സോ ഫ്രണ്ടിന് കിട്ടി, നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മേലിൽ പരിഭവം വേണ്ട. ഓരോ സ്റ്റുഡൻസും ഇൻഡിവിജ്വൽ ഫയൽസിനും അതിൻ്റെ പുറകിലുള്ള വെരിഫിക്കേഷൻസ് അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റിഗേഷനൊക്കെ കഴിഞ്ഞിട്ട് ആയിരിക്കും നിങ്ങൾക്ക് NOC ഇഷ്യൂ ചെയ്യുന്നത്. അത് ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിരിക്കും. അപ്പോൾ കോളേജിൽ നിന്നൊക്കെ നിങ്ങളെ പറ്റിയുള്ള നിങ്ങളുടെ ഫയലിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് ക്യാമ്പസ് ഫ്രാൻസിനൊക്കെ കിട്ടുന്നതിനനുസരിച്ചായിരിക്കും ഓരോ NOCയും നിങ്ങൾക്ക് പിന്നെ കിട്ടുന്നത്. സോ ഈ ഓരോരുത്തർക്കും കിട്ടുന്ന NOCയുടെ ടൈമിംഗ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനെ പ്രതീക്ഷിച്ച് നിങ്ങൾ പിന്നെ സങ്കടപ്പെടേണ്ട. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ അത് കിട്ടും. പക്ഷേ നോർമലായിട്ട് ഒരു 7 days എങ്കിലും 7 to 14 days ഒക്കെ ആകുമെന്നാണ് നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞത്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പല സ്റ്റുഡൻസും നമ്മൾ ചോദിക്കുന്നതാണ്. സോ നിങ്ങളുടെ ഫ്രണ്ടിന് കിട്ടിയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കേണ്ട. ഈച്ച് ഫയൽ ഇൻഡിവിജ്വലായിട്ടാണ് അവിടെ വാലിഡേറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ക്യാമ്പസ് ഫ്രാൻസ് മാനേജറെ നിങ്ങൾ പോയി കാണുന്നതൊക്കെ ഉണ്ടാവും കൊച്ചിയിൽ. പക്ഷേ ഈ ഫയൽ കിട്ടാഞ്ഞിട്ടൊക്കെ എന്തുകൊണ്ട് വാലിഡേറ്റ് ആവുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ട്, പക്ഷേ അത് സത്യത്തിൽ അദ്ദേഹത്തിനും കൂടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ഇത്രയും വിദ്യാർത്ഥികൾ ചെല്ലുന്നത് നിങ്ങൾ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് ചെല്ലണം എന്നുള്ള മെയിനായിട്ട് എനിക്ക് പറയാനുള്ള അടുത്ത് അവിടുന്ന് പറഞ്ഞത്. വെറുതെ നിങ്ങൾ പോകരുത്, അവിടെ അദ്ദേഹത്തോട് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് പോയാൽ മാത്രമേ ഇനിയും അദ്ദേഹത്തെ നിങ്ങൾക്ക് കാണാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൺസേൺസ് ഉണ്ടെങ്കിൽ അറിയിക്കാനും പറ്റുള്ളൂ. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് വേറെ ഒത്തിരി മീൻസ് ഫയൽ പ്രോസസ്സ് ചെയ്യുകയും പല ഇൻ്റർവ്യൂസും ഒക്കെ ഉള്ളതിൻ്റെ ഇടയ്ക്കായിരിക്കും നിങ്ങൾ പോകുന്നത്. അപ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഒന്നും അദ്ദേഹത്തിന് തരാൻ പറ്റുന്ന വരില്ല. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ പിന്നെ അപ്പോയിൻമെൻറ്റ് എടുത്ത് തന്നെ പോവുക എന്നുള്ളതാണ് മേജറായിട്ടുള്ള കാര്യം. അതാണ് മേജറായിട്ട് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ വർക്കും ഒന്നും നടക്കില്ല.
നിങ്ങളിങ്ങനെ ബുദ്ധിമുട്ടിച്ച് അപ്പോയിൻമെൻറ്റ് എടുക്കാതെ പോയി കഴിഞ്ഞാൽ സോ അങ്ങനെയുള്ള അപ്പോയിൻമെൻറ്റ് എടുക്കാതെ പോകുന്നവരെ എൻ്റർടൈൻ ചെയ്യുകയുമില്ല എന്ന് അദ്ദേഹം പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് ക്യാമ്പസ് ഫ്രാൻസ് ഓഫീസിൽ നിന്ന്. സോ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അടുത്തായിട്ട് പിന്നീടും കുറേ പേര് ഇപ്പോഴും സ്റ്റിൽ പറയുന്നുണ്ട് ഫ്രാൻസിൽ 5 വർഷത്തെ സ്റ്റേ ബാക്കി ഉണ്ടെന്ന്. അതിൽ അങ്ങനത്തെ ഒരു കാര്യമേ ഇല്ല. 5 വർഷത്തെ സ്റ്റേ ബാക്കിയില്ല. നമ്മൾ പല വീഡിയോകളും പറഞ്ഞാണ് 2 വർഷത്തെ മാത്രമേ APS ഉള്ളൂ. അത് 1+1 ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ 5 ഇയർ ഉണ്ടെന്നുള്ള ആ ഒരു ഫേക്ക് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. സോ അതിനകത്ത് അത് നിങ്ങൾക്ക് കിട്ടുന്നത് ടൂറിസ്റ്റ് അല്ലെങ്കിൽ ബിസിനസ് പർപ്പസിന് വേണ്ടിയുള്ള ഷെങ്കൻ ഏരിയയിൽ പോകാൻ പറ്റുന്ന ഒരു ടെമ്പററി അലുമിനിയം വിസ സ്റ്റാറ്റസ് മാത്രമാണ്. അല്ലാതെ അതുകൊണ്ട് നിങ്ങൾക്ക് ജോലി നോക്കാനൊന്നും പറ്റില്ല. അപ്പോൾ വീണ്ടും അത് അവിടെ പറയുകയുണ്ടായി എല്ലാവരോടും കൃത്യമായിട്ട്. അതാണ് അടുത്ത ഒരു കാര്യം പറയാനുള്ളത്. സോ ഇത്രയൊക്കെയാണ് മേജറായിട്ട് പറഞ്ഞത്. ഒത്തിരി വേറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇതൊക്കെയാണ് മേജറായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് തോന്നുന്നു. സോ ഈ കാര്യങ്ങളൊക്കെ മനസ്സിരുത്തി വേണം നിങ്ങൾ സെപ്റ്റംബർ ഇൻടേക്ക് നോക്കാൻ വേണ്ടി. സെപ്റ്റംബർ ഇൻടേക്ക് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഫ്രഞ്ചൊക്കെ പഠിക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഫ്രഞ്ച് ദാറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ്. അതോടൊപ്പം തന്നെ നടക്കുന്ന കോളേജ് കോഴ്സ് ഇതിനെപ്പറ്റിയൊക്കെ നോക്കുക. നമ്മൾ സർട്ടിഫിക്കേഷൻസും ഒക്കെ ഉള്ളതാണോ എന്ന് ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് ചെയ്യുക. പക്ഷേ ആദ്യം നമ്മൾ പറഞ്ഞ ഈ ഇക്കണോമിക് സർട്ടിഫിക്കറ്റ് അതിൻ്റെ കാര്യങ്ങളൊക്കെ കോളേജും ക്യാമ്പസ് ഫ്രാൻസുമായിട്ടുള്ള ഡീലിങ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനകത്ത് നിങ്ങൾ വെറി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലിരിക്കുക. ഷോർട്ട് കോഴ്സസ് ഒക്കെ എടുക്കുന്നവർ. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. സോ ഇതാണ് മേജറായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി വരും ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. നമ്മളത് നിങ്ങളെ അറിയിക്കുന്നതാണ്. സോ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാനാണ്. കോൺടാക്ട് നമ്പേഴ്സ് ഞാൻ താഴെ കൊടുക്കാം. അതോടൊപ്പം തന്നെ ഫോളോ ഇൻടേക്ക് നോക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വിചാരിച്ച് മുന്നോട്ട് പോവുക. ഒത്തിരി മെസ്സേജൊക്കെ എനിക്ക് വരാറുണ്ട്. പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ആൻസേഴ്സൊക്കെ തരാറുണ്ട്. ടൈമിൻ്റെ കൺസ്ട്രെയിൻസ് ഉണ്ട്. ഫോളോ ഇൻടേക്ക് നോക്കുന്ന എല്ലാവരും നന്നായിട്ട് ഫ്രഞ്ച് പഠിക്കുക. അതാണ് മേജറായിട്ടുള്ള പറയാനുള്ള കാര്യം. സോ ഫ്രഞ്ച് ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആയിട്ട് നിങ്ങൾ എത്തുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫ്രാൻസിൻ്റെ പല വീഡിയോകളും നമ്മൾ അതിന് മുന്നേറ്റിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഓവറോൾ ഐഡിയ കിട്ടും. നിങ്ങളൊരു കോളേജ് ചൂസ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ കോഴ്സ് ചൂസ് ചെയ്യുന്നതിനൊക്കെ മുന്നേ വീഡിയോസ് ഒക്കെ കാണാമെങ്കിൽ യു വിൽ ഗെറ്റ് ആൻ ഓവറോൾ ഐഡിയ. എന്താണ് ഫ്രാൻസിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇതിനെപ്പറ്റിയൊക്കെയുള്ള വീഡിയോസ് പല യൂട്യൂബേഴ്സ് ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുക നിങ്ങളൊരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ. ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. സോ എല്ലാവർക്കും ശുഭദിനം.